ഇപ്പൊ 5 കൊലപാതകം, മൊത്തം 3 കേസുകൾ. ഇതിൽ എല്ലാത്തിലും തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി കുറ്റപത്രം സമർപ്പിക്കണം. അതിനുള്ള എത്രയും വിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് ഓടുന്നത്. ഈ ഒരു നിലയ്ക്ക് കുറ്റപത്രം കോടതിയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നിലനിൽക്കും? ഇല്ല, കുഴപ്പമില്ല. കാരണം ഇപ്പൊ 5 മർഡർ ഉണ്ടെങ്കിൽ ആദ്യം ഇയാള് ബെയിലിൽ പോകാനോ ആരെങ്കിലും ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ ഒരു 90 ദിവസം വരെ ഇവന് ഏതായാലും ബെയില് കിട്ടൂല. അപ്പൊ അതിനു മുമ്പ് തീർച്ചയായിട്ടും ഒരെണ്ണത്തിന്റെ കുറ്റച്ചാർജ് ആമുഖമായിട്ട് കൊടുക്കും. അപ്പൊ അത് അതിന്റെ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകും. പിന്നാലെ ബാക്കി അങ്ങനെ 5 കേസ്, ഒന്നിച്ച് 5 കേസിന്റെ കുറ്റച്ചാർജ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരെണ്ണം കൊടുത്താലും മതി. അതോടുകൂടി ഇയാൾ റിമാൻഡിൽ തന്നെ കിടക്കും. റിമാൻഡിൽ തന്നെ കിടന്ന് ട്രയൽ ഫേസ് ചെയ്യും. ഇനി ഇയാളെ നമുക്കറിയാൻ ഒക്കില്ല. കോടതി ഈ കുറ്റച്ചാർജ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അതിലേക്ക് വരുമോ അന്നത്തെ മാനസികാവസ്ഥ ഈ പയ്യൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കുറ്റം നിഷേധിക്കാനാണ് സാധ്യത. കാരണം അവനെ ഇവരെ എത്രയും പേരെയും കൊന്നിട്ട് അവൻ പോലീസ് വന്ന് കീഴടങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റമൊക്കെ ചെയ്യും, പക്ഷേ ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ 5 കേസും കൺകറൻ്റായിട്ട് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. ജയിലിൽ നിന്ന് വിട്ടുവരും. 40-45 വയസ്സിൽ ഇറങ്ങും. അത് കുറച്ച് റിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാവും, കുറച്ച് മാനസിക വ്യതിയാനമൊക്കെ. എങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളവർ നമുക്ക് ചന്താമരയുടെ കേസ് നമുക്കറിയാം, ഒരു മാനസികമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ ക്രൈം ചെയ്യുന്ന 4-5 ക്രൈമൊക്കെ ചെയ്യുന്നവരുടെ മാനസിക മാറ്റം എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ ഒക്കില്ല. ചന്താമരയ്ക്ക് ഉണ്ടായേ ഇല്ല. അയാളിപ്പം ഇപ്പോഴത്തെ അയാളുടെ തന്ത്രം എന്താണ്? എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങണമെന്നുള്ള തന്ത്രത്തിൽ തന്നെ അയാൾ നിൽക്കുന്നത്. അപ്പം ഇനി ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എനിക്ക് പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ അവസരം കിട്ടിയ ഇനിയും കൊല്ലും. അതാണ് ചന്താമരയുടെ മനസ്സ്. ഇവന്റെ മനസ്സ് എങ്ങനെയാണെന്ന് അത്ര ക്ലിയർ ആയിട്ടില്ല നമുക്ക്. ചന്താമരയുടെ കാര്യത്തിൽ ക്ലിയർ ആണ്, ഇവന്റെ കാര്യത്തിൽ നമ്മൾ ആ ലെവലിലോട്ട് വന്നിട്ടില്ല. അത് ഇയാളുമായിട്ട് പോലീസ് ഇന്ററാക്ട് ചെയ്ത് കോടതിയിലെ കുറ്റച്ചാർജ് വായിച്ചു വെക്കുമ്പോൾ ഇവന്റെ സമീപനം എങ്ങനെയാണ് അതിനോട് അത് ആശ്രയിച്ചിരിക്കും. ഇവൻ ഇനി ക്രൈം ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ സാറേ, എല്ലാ കേസിലും 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും. പക്ഷേ സാധാരണക്കാരുണ്ടാവുന്ന ഒരു സംശയം, ഇവിടെ 5 കൊലപാതകങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഇപ്പോൾ 90 ദിവസത്തിനകം ഒരുപക്ഷെ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവനും ജാമ്യത്തിന് അർഹതയാണോ? ജാമ്യത്തിന് അർഹതയാണ് 90 ദിവസം കഴിഞ്ഞാൽ. കാരണം മർഡറാണെന്ന് വിചാരിച്ച്, കാരണം കുറ്റച്ചാർജ് കൊടുത്തില്ലെങ്കിൽ 5 കേസിനും 90 ദിവസത്തിന് കൊടുത്തില്ലെങ്കിൽ ജാമ്യത്തിന് അവനൊരു ക്ലെയിമായി, ജാമ്യത്തിന് അവൻ അവകാശിയായി വന്നു 90 ഡേയ്സ്. അപ്പോൾ ആ 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മർഡർ ആയാലും എന്തായാലും ശരിയൊരു ആരോപണം എന്നല്ലേ പറയുന്നുള്ളൂ. അല്ലാതെ കുറ്റച്ചാർജ് തെളിവായിട്ടൊന്നും കോടതിയിലൊന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് 90 ദിവസം ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. കൊടുക്കും, ഒരെണ്ണമെങ്കിലും കൊടുക്കും. വല്യമ്മയുടെ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേഷൻ കല്ലറ വാങ്ങോട്ടെ കേസിനകത്ത് തീർച്ചയായിട്ടും ഒരു അടുത്ത ദിവസം തന്നെ 10-15 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും. കാരണം അതിനകത്ത് വേറെ ഫോറൻസിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവനെ CCTV ദൃശ്യമുണ്ട്, അവരുടെ മാല റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എവിഡൻസ് വാല്യൂ ഉണ്ട്. പിന്നെ ഇയാളുടെ എന്തെങ്കിലും ആ വീട്ടിനകത്ത് നിന്ന് ഫിംഗർ പ്രിൻ്റ് അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഇയാൾ വന്നു പോയെന്ന്. പിന്നെ ഇയാളെ അങ്ങോട്ട് വന്നു പോകുന്ന ഒരാൾ കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവെ നോക്കുമ്പോൾ അത് പോലീസിന് പെട്ടെന്ന് കുറ്റച്ചാർജ് കൊടുക്കാൻ പറ്റും. കല്ലറ വാങ്ങോട്ടെ കേസ് അത് എനിക്ക് തോന്നുന്നു 10-60 ദിവസത്തിനാകും, അല്ലെങ്കിൽ 10-60-70 ദിവസത്തിനാകും. ഇവരൊരു ക്ലെയിം വരുന്നതിന് മുമ്പ് അതിന് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കും. ഓക്കെ, ഇപ്പം എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ്, കടബാധ്യതയുണ്ട്. ഇപ്പോൾ ഷെമിയുടെ മൊഴിയും അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരിക്കും അല്ലേ? മറ്റൊരു കാരണം ഇല്ലല്ലോ. ഇതുവരെ കണ്ടെത്താത്തതുകൊണ്ട് അത് കടബാധ്യതയുണ്ട്. പക്ഷെ ആ മോട്ടീവ് വളരെ വീക്കാണ്. ഞാനതുകൊണ്ട് ആദ്യം പറയും മോട്ടീവിന്റെ കാര്യം പറയുന്നത്. കാരണം എന്തിനാണ് ഇവരെ കൊല്ലുന്നത്? പകയുടെ കാര്യം ഇല്ല, ആ മോട്ടീവ് വേണ്ടേ? അപ്പം എന്തിനാണ് അവരെ കൊല്ലുന്നത്? ഇവൻ പറയും ഞാനല്ല എന്ന് പറയും. ഒരു സ്റ്റേ കഴിയുമ്പോൾ കോടതിയിൽ ഇവൻ ഞാനല്ല ഇത് ചെയ്തതെന്ന് അവൻ പറയും. കാരണം മോട്ടീവ് അത്ര ഫിക്സ് ചെയ്ത് വല്യമ്മയുടെ എന്തിനാണ് വൈരാഗ്യം? അപ്പോൾ അത് പിന്നെ മർഡർ ഫോർ ഗെയിൻ എന്ന് പറയുക. മർഡർ ഫോർ ഗെയിൻ ആണ് അത്. ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടി അല്ല, സ്വർണം അല്ല, വസ്തുക്കൾ അല്ലെ, ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മർഡർ ചെയ്തത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോടതിക്ക് അത് എവിഡൻസ് വാല്യൂ നോക്കുമ്പം കോടതിയിൽ നല്ല എവിഡൻസ് പോലീസ് അതിനകത്ത് കൊടുക്കും. അപ്പോൾ അതൊരു 60 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കുമ്പം ട്രയൽ തുടങ്ങാനുള്ള സ്റ്റെപ്പുകൾ തുടങ്ങും. അതിൻ്റെ പിന്നാലെ ഓരോ കേസും ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് 90 ദിവസം എല്ലാ കേസും ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട, ഒരെണ്ണം കൊടുത്താൽ മതി എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഒരുപക്ഷെ 20 വർഷം കഴിഞ്ഞാൽ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അപൂർവമായ കേസാണ്. അപ്പോൾ സുപ്രീം കോടതി 5 നിരീക്ഷണങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. വൻ ചെറുപ്പക്കാരനാണ്, അതൊരു എന്താ പറയുക റിഡക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ മുൻകാലങ്ങളിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ 5 കൂട്ടക്കൊലപാതകം നടത്തിയ ഒരു വ്യക്തിക്ക് അതിനൊരു സാധ്യതയില്ലേ ഒരു വധശിക്ഷ കിട്ടാൻ?
സാധ്യത റയറസ്റ്റ് ഓഫ് റയറിനകത്ത് വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വല്യമ്മയുടെ കൊലപാതകം സ്വർണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വലിയാപ്പയെ മറ്റേവരെയും കൊന്നത് എന്തിനാണ്? അത് 80,000 രൂപ കടം വാങ്ങിയിരുന്നത് തിരിച്ചു വെച്ചിട്ടുള്ള വൈരാഗ്യം. അതൊരു ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമുക്ക് പാളും. കാരണം അത് റയറസ്റ്റ് ഓഫ് റയറിനകത്ത് വരില്ല. റയറസ്റ്റ് ഓഫ് റയറിനകത്ത് കേസുകൾ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ്, കാരണം റിപ്പറിന്റെ കേസിനകത്ത് റിപ്പർ ചന്ദ്രനും മറ്റൊരു. പക്ഷേ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് നമ്മൾ അപൂർവമായി കാണുന്നതല്ലേ, ഇത് അപൂർവമായിട്ട് സംഭവിച്ചതല്ലേ ഈ 5? അങ്ങനെയല്ല. അപൂർവം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഉള്ളതല്ല. ഓരോ കേസിന്റെ സാഹചര്യം, അതിന്റെ ബ്രൂട്ടാലിറ്റി, അതിന്റെ മർഡർ, അത് അങ്ങനത്തെ കാര്യങ്ങൾ എന്നാണ് അപൂർവങ്ങൾ. കാരണം മനുഷ്യസഹിതമായ ഒരു രീതിയിലല്ല കൊലപാതകം എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപൂർവങ്ങൾ വരുള്ളൂ. അതിന് ചില ക്രൈറ്റീരിയ 4-5 സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ റിപ്പർ ചന്ദ്രന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിഞ്ഞുകൂടാ, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ സ്ട്രേഞ്ചേഴ്സാണ്, അവരെ ഇവൻ ബ്രൂട്ടലായിട്ട് മർഡർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവരൊന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൊന്നു കഴിഞ്ഞിട്ടും പിന്നെ അവരെ മർഡർ ചെയ്യും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും കുത്തേണ്ട ആവശ്യമുണ്ടാ? അവൻ വീണ്ടും അത് ചെയ്യാണ്. അവനാണ് ഒരു മർഡർ ചെയ്തതിന്റെ അടുത്ത ദിവസം അവൻ അടുത്ത മർഡർ ഇതുപോലെ വീണ്ടും ചെയ്തു. അവനെ പിടിക്കുന്നതിന് മുമ്പ് ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതാണ്. അപ്പൊ ആ ബ്രൂട്ടാലിറ്റി കണ്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ളവനെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല. അവന് റിഫോം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, റിഫോം ആകത്തില്ല. അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവൻ ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കില്ല. സാധന നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ പോലീസ് സ്റ്റേഷൻ വന്ന് കീഴടങ്ങിയതാണ്, അവന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തിന് സമൂഹത്തിന് എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. അതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കൊന്നിരിക്കുന്ന എല്ലാം ബന്ധുക്കളെയാ. പബ്ലിക്കിനെ ആരും കൊന്നില്ലല്ലോ. അവന്റെ കുടുംബമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് കൊന്നിരിക്കുന്നത്. അതായത് ബന്ധുക്കളെ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ, അവരോട് ഇത്ര ശത്രുത, പൈസയുടെ പേരിൽ ഇത്ര ശത്രുത കാണിച്ചൊരു വ്യക്തി നാളെ ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവരോട് എന്ത് പക കാണിക്കും? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇവന്റെ ധാരണ, കൊച്ചു വളർന്നു വന്നതിന്റെ ധാരണ ഓബ്ലിഗേഷൻ ഇവനോടുണ്ട്. അവന്റെ വല്യമ്മയ്ക്കും അവന്റെ അങ്കിൾമാർക്കും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയല്ല. ഇന്ത്യൻ കൺസെപ്റ്റ് നമ്മൾ ആലോചിക്കണം. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും അല്ലാതെ അവരുടെ വല്യപ്പന്മാരും വല്യമ്മമാരും അപ്പൻ്റെ സഹോദരങ്ങളും സഹോദരികളൊക്കെ ഈ കുട്ടികളിലുള്ള ഒരു ബാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി പൈസ ചോദിക്കുന്നത്. പബ്ലിക്കിനടുത്ത് പോയി ചോദിക്കില്ല. കാരണം ഈ കുട്ടികളെ നമ്മൾ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പനുമ്മയും മാത്രമല്ല, വല്യപ്പനും വല്യമ്മയും സഹോദരൻ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉള്ള ഒരു ജീവിത ക്രമമാണ് ഇന്ത്യയിലുള്ളത്. അത് ഉന്നത ജാതി താഴെക്കട ജാതി അല്ല ഞാനീ പറയുന്നത്. കൂട്ടുകുടുംബം, ചെറിയ ഫാമിലി ആയാലും ശരി, താഴെക്കടയുള്ള ഫാമിലി ആയാലും ശരി, ജാതിയിലെ ഉന്നതരും കീഴുകളായാലും ശരി, എല്ലായിടത്തും കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചാണ് അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും. വയസ്സുകാലത്ത് വല്യപ്പനെയും വല്യമ്മയും സംരക്ഷിക്കുക, അവരെ മരണം വരെ നമ്മൾ നോക്കുക. അത് മക്കളുടെ കടമയാണ്, കൊച്ചുമക്കളുടെ കടമയാണ്. ആ മക്കളും അങ്ങനെയാണ് വളർന്നത്. അപ്പൊ അതേ സാഹചര്യം. അതുകൊണ്ടാണ് ഇവരോടൊക്കെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇവനോട് ഒരു ബാധ്യതയുണ്ട്. ഇവൻ വളർന്നു വന്ന് ഇവനെ സഹായിച്ച് ഇവനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് അപ്പനും അമ്മയും മാത്രമല്ല എന്നാ ചെറുക്കൻ കരുതുന്നത്. അത് ഇന്ത്യൻ കുടുംബങ്ങളിലെ കുട്ടികളുടെ ചിന്തയാണ്. നമ്മളെല്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ആ കുട്ടി ചിന്തിച്ചെന്നല്ലേ ഉള്ളൂ. വേറെ ആരും വെളിയിലുള്ളവരെ കൊന്നില്ല. ആകെ കൊന്നിരിക്കുക കുടുംബത്തിനൊപ്പം ചേരേണ്ട ഒരു പെൺകുട്ടിയെ കൊന്നു. അവൻ ചിന്തിക്കുന്നു, ഞാൻ അവന്റെ ആ ചിന്താസരണിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ കൊന്നിരിക്കുന്ന എല്ലാ ബന്ധുക്കളെ ആരും പിന്നെ വളർത്താനും ഇവർക്ക് സാമ്പത്തികം കൊടുക്കാനും ഇവന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയെ അവർ പങ്കാളിയാകേണ്ടവരാണ്. അത് ബാധ്യതയാണ്, ഓബ്ലിഗേഷൻ എന്നുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവന്റെ കാര്യത്തിൽ ആ രീതിയിലുള്ളൊരു ഇതാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാം കൊന്നത്. പിന്നെ ഇവനോട് കടപ്പാട് ഇവന്റെ ഒപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതാണ് ആ പെണ്ണും എന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. വേറെ ആരെയും കൊന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നത് വേറെ ആരെയും അവൻ കൊല്ലാൻ പോയിട്ടില്ല. ഇപ്പൊ എന്തായാലും അഫാന്റെ ഉമ്മ ഷമി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അഫാൻ എതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ ഇവര് സാക്ഷിയാവുമോ? കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ നിലപാട്? കോടതിയിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അമ്മയെ തല്ലിയ കേസ് അമ്മ അത് കോടതിയുടെ മൊഴി മാറ്റും. മറ്റുള്ളവരോടൊക്കെ പണം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നല്ലാതെ അവരെ അടുത്ത് പോയി അവരെ കൊലപ്പെടുത്താനുള്ള കുറ്റകൃത്യത്തിൽ ഇവന് എന്തെങ്കിലും റോൾ ഉണ്ട് എന്നുള്ള ഒരു എവിഡൻസ് ഈ അമ്മ കൊടുക്കില്ല. അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടല്ലോ. കാരണം ഡയറിയിൽ പലിശയ്ക്ക് പണം എടുത്തവരുടെയും ആരുടെയും എന്തൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അതൊരു മോട്ടീവ്. അത്ര നമ്മൾ പണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല റിപ്പർ ഉൾപ്പെടെയുള്ളവരെല്ലാം പണവും ക്യാഷും ഗോൾഡും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാളെ കൊല്ലുന്നത്. ഇവിടെ അത് കിട്ടാൻ വേണ്ടിയില്ല, തരാത്തതെന്നാണ് പറയുന്നത്. വൈരാഗ്യം അങ്ങനെയാ പറയുന്നത്. അവര് തരാത്ത കൊണ്ട് കൊല്ലുകയാണ്. അത് വ്യത്യാസമുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്,
അത് തിരിച്ചു ചോദിച്ചുള്ള പകയുകൊണ്ട് പിന്നീട് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതാണ്. അതല്ലേ ഉള്ളൂ. അല്ലാതെ അല്ല അവരുടെ പണം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊലപാതകമല്ല. മർഡർ ഫോർ ഗെയിൻ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുള്ള ഗ്രാവിറ്റി കാണുന്നില്ല. ഇല്ല ഗ്രാവിറ്റി എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. കാരണം കോടതി വരുമ്പം കേസ് വീക്കാകാനുള്ള എല്ലാ സാധ്യത. അതുകൊണ്ടാണ് മോട്ടീവ് തുടക്കം മുതലേ ഞാൻ പറയുന്നുണ്ട്. മോട്ടീവ് ഫിക്സ് ചെയ്യാൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പണം തരാത്തതിന് കൊന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് ഞാൻ 10 പേരുടെ പണം ചോദിച്ചാൽ അവരല്ലേ ഞാൻ കൊല്ലാൻ നടക്കുമോ? അപ്പം അതുകൊണ്ട് മാറി ചിന്തിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിച്ച് നിയമം പോകുന്ന ആ വഴിക്കല്ല. മോട്ടീവ് കൃത്യമായിട്ട് വേണം. വൈരാഗ്യം ഉണ്ട്, അതിനെ കൊല്ലാനുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരും അല്ലെ ഭാര്യയായിട്ട് അടുപ്പമുണ്ട്, എൻ്റെ മകളുമായിട്ട് അടുപ്പം കാണിച്ചു, വൈരാഗ്യമാണ് ഇല്ലേ കൊല്ലുന്നത് നമ്മൾ. അല്ലെങ്കിൽ അപ്പം അല്ലാതെ പണം തന്നില്ല എന്ന് പറഞ്ഞ ഒരു വൈരാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ഉണ്ടാകുന്ന സംശയം, ഇത്രയേറെ കൊലപാതകം നടത്തിയ ഒരു പ്രതി അവന് 20 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ പിന്നെ എന്തിനാണ് ശിക്ഷ, എന്താണ് നീതി എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അത് എൻ്റെ ചോദ്യമായിട്ട് കണക്കാക്കരുത്. ഒരു സാധാരണ ഇതേക്കുറിച്ച് അറിയാത്തൊരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഒരു പക്ഷേ. അതെന്നറിയാം, നമ്മൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളും ഈ പുതിയ അല്ലെങ്കിൽ മോഡേൺ ചിന്താഗതിയുള്ള മോഡേൺ രാഷ്ട്രങ്ങളിലുള്ളവർക്കൊക്കെ ഒന്നും ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ജീവൻ പകരത്തിന് പകരം ജീവൻ എടുക്കുന്ന ജുഡീഷ്യറി ആയാലും അതിനോട് അംഗീകരിക്കാൻ ഉയർന്ന ചിന്താഗതിയുള്ള ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾക്കോ ഒന്നും കഴിയില്ല അങ്ങനെ ചിന്തിക്കാൻ. നമ്മളൊരാൾ ജീവൻ എടുക്കുകയാണ്, ഇപ്പം ചെയ്തു ശരിയാണ്. ഇപ്പം UAE മറ്റിടത്ത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്ര ബ്രൂട്ടലായിട്ട് തല വെട്ടുന്നുണ്ട്. അതെന്ത് ഇവൻ ചെയ്തതിന് അപ്പുറത്തുള്ള മോശം പ്രവൃത്തിയല്ലേ? അങ്ങനെ വിട്ടാൽ അതൊരു പാഠമാണ്. മറ്റൊരാൾക്ക് പാഠമാണെങ്കിലും ചെയ്യുന്ന മനുഷ്യനല്ലേ ചെയ്യുന്നത്. അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ ക്രൈം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമപരമായി അവനെ കൃത്യമായിട്ടൊരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ക്രൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ചെയ്തു പോകുന്നവരുണ്ട്. അവർക്കടക്കം നാളെ എനിക്ക് ഊരിപ്പോരാലോ എന്നൊരു ചിന്താഗതിയിൽ ഓരോന്ന് ചെയ്തു കൂട്ടില്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം എന്താണ് വിദ്യാഭ്യാസം? നമ്മൾ അതാലോചിക്കേ. ഇവിടുത്തെ വിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമാക്കിയില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റൊരു മറിച്ചത്? അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇത്രയും ഉന്നതരായ വലിയ വലിയ എഴുത്തുകാരുടെയും ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന അവരുടെ എല്ലാം ജീവിതം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നല്ലൊരു ജീവിതത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇതുപോലെ വയലൻ്റായ ചില ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. വൈരാഗ്യ മനസ്ഥിതി വന്നു കഴിഞ്ഞാൽ അവൻ സ്വയം ചത്താലും വേണ്ടില്ല, മറ്റവനെ കൊന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവനെ ജുഡീഷ്യറി കൊന്നുകളയും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. മനുഷ്യ ജീവിതങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ആശ്രയിച്ചും ഉള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള വായന വേണം. അതിനുള്ള ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നോക്കിക്കോളൂ. ലോകരാഷ്ട്രത്തിൽ ഇതുവരെ കണ്ടിരിക്കുന്ന അത്ഭുത മനുഷ്യന്മാർ ധാരാളം പേരുണ്ട്. അവരെ പറ്റി പേര് പോലും അവർക്കറിയില്ല. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. അടുത്തിടെ അമ്പൂരിൽ നടന്ന കൊലപാതകം, അച്ഛനെ കൊന്നത് MBBS സ്റ്റുഡൻ്റ് ആണ്. കേടല് വിദ്യാഭ്യാസമുള്ള ആളാണ്. വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് ഇത്തരത്തിൽ എന്ത് ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊലപാതകം ചെയ്യുന്നത്. അപ്പൊ വിദ്യാഭ്യാസ രീതിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു വിദ്യാഭ്യാസം അവർക്കില്ല. ഒരു MBBS പഠിച്ചിറങ്ങാൻ ഡോക്ടറല്ലേ സർവജ്ഞ കൂടെ അറിയുന്നതാണ്. അയാൾ ആ ശാസ്ത്രരേഖയിൽ മാത്രം ഒരു സൈഡിൽ കൂടെ മാത്രമേ അവന്റെ ബുദ്ധി വികസിച്ചു പോയിട്ടുള്ളൂ. അങ്ങനെയല്ല വിദ്യാഭ്യാസത്തിന്റെ ഗുണം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണം എന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ മനുഷ്യ അവസ്ഥ, നമ്മുടെ ജീവിത രീതി, അതിനകത്ത് ജീവിതം ഒഴുകി നിൽക്കാനാണ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരുത്തൻ MBBS പറഞ്ഞാൽ ഒരു 100 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് ഒരു മനുഷ്യനായിട്ട് ഇന്ററാക്ഷൻ ഇല്ല. അവൻ ആ പഠിച്ചു വന്നെന്ന് പറഞ്ഞാൽ അവന് ഒരു വിദ്യാഭ്യാസം. ഇവിടെ സാധാരണ കൂലിപ്പണിക്കാരൻ്റെ അവൻ്റെ ഒരു 5% പോലും ആ MBBS ഡോക്ടർക്കും ആ PhD 50 ഉള്ളത്. കാരണം അതിലൊരു ലോകം വേറെയായിട്ട് അവർ പോയി. മനുഷ്യനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവരുടെ പഠനത്തിന്റെ ആ ഉന്നത ഇത് കൈമാറി പോകുന്നല്ലാതെ സ്വന്തം വീട്ടിലുള്ള അപ്പനും അമ്മയും ചിലപ്പോൾ തെറിയും ചെത്തിയും അതിലെടുത്ത് എറിയുകയും ചെയ്യും ഇങ്ങനെ പഠിക്കുന്ന PhD-കാരന്മാരല്ലേ. അതുകൊണ്ട് MBBS ഉണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു 10 PhD ഉണ്ടെന്ന് അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മുടെ രാജ്യത്തും ജീവിക്കാനുള്ള നോളജ് അവർക്കില്ല. അതാണ് വേണ്ട ആവശ്യം. നമ്മൾ കുട്ടികളെല്ലാം ആ രീതി വേണം പഠിപ്പിക്കാൻ. കാരണം പല ആൾക്കാരെ നമുക്കിവിടെ ചെകുവേരയുടെ മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് നമ്മളെ ക്രിമിനലാക്കുന്ന ഒരു സംവിധാനമല്ലേ മാർക്സിസ്റ്റുകാർ ഉണ്ടാക്കുന്നത്. അത്ര ഞാൻ തെളിച്ചു പറയുന്നത്. കാരണം അവർക്ക് ഇപ്പോഴും ചെകുവേരയാണ് വലിയ. അതല്ല, ചെകുവേര എത്ര പേരെ കൊന്നിരിക്കുന്നു. വിപ്ലവമാണെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ഗാന്ധിയൻ ചിന്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പരസ്പരം ശ്രമിച്ചു ആ സമൂഹത്തിൽ എങ്ങനെയാണ് മറ്റവനെ ഉപകാരം ചെയ്തു
അങ്ങനെയാണ് സമൂഹം കെട്ടിപ്പടുക്കുന്നത്. അല്ലാതെ വിപ്ലവം നടത്തിയവരെ നമ്മൾ മാതൃവാക്കുന്നത് ശരിയല്ല. അതൊരിക്കലും അത് രാജ്യത്തിനകത്ത് അന്തഃഛിദ്രം വരുന്ന സന്ദർഭത്തിലാണ് അതൊക്കെ വരുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ കെട്ടിപ്പടുക്കേണ്ട കാര്യങ്ങൾ ചെഗുവേരയോ മറ്റൊരു പറഞ്ഞതൊന്നുമല്ല. അതിനൊക്കെ ഗാന്ധിയൻ ചിന്താഗതിയും അതുപോലെ പരസ്പരം ക്ഷമിക്കുകയാണ്. മറ്റേ ഒരു വഴക്ക് മെയിൻ വഴക്ക് ഗാന്ധിജിയും കസ്തൂർബായുള്ള വഴക്ക് ബാത്റൂം കഴിയാത്തതിനാണ് വഴക്കുണ്ടാക്കിയിരിക്കുന്നത്. ശുചിത്വത്തിനെ പഠിപ്പിക്കുന്ന പാഠം അങ്ങനെയല്ലേ? അടുത്ത വീട്ടിൽ ഗാന്ധിജി ആണെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അവിടുത്തെ ബാത്റൂം കഴിയും. അവർ പറഞ്ഞാൽ കേട്ടില്ല, പുള്ളി പോയി കഴിയും. അതാണ് ജീവിതം യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ളൊരു ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. സമൂഹത്തിൽ പരസ്പരം സഹായിച്ചും ബഹുമാനിച്ചും അതുപോലെ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സമയം എന്തുകൊണ്ട് സർക്കാരും മറ്റു ഒത്തിരി സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. എന്താണ് അവർക്ക് വസതിയില്ല, വീടില്ല, അങ്ങനെയുള്ള ചിന്താഗതി വരണം. അല്ല അവന് വീടില്ലാത്തവന് വേണ്ട കൊന്നുകളയാം, അത് തീർന്നില്ല പ്രശ്നം. അങ്ങനത്തെ ചിന്താഗതിയല്ല നമുക്ക് വേണ്ടേ. ഞാൻ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. നമ്മുടെ ഇതുപോലെ ചിന്തയുള്ള ഇന്ത്യയിൽ എത്രയോ പേരുണ്ട്. ഇന്ത്യയിലെ നമ്മൾ കണ്ടിരിക്കുന്ന പഴയ കാലഘട്ടം മുതൽ നമ്മൾ പ്രാചീന കാലഘട്ടം മുതൽ ശ്രീബുദ്ധൻ്റെയൊക്കെ അന്ന് BC ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശ്രീബുദ്ധനും ജൈനമത സിദ്ധാന്തങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് പോലും നമ്മൾ ആ ചിന്താഗതിയിൽ വരുന്നവരാണ് ഇന്ത്യക്കാർ. അപ്പം ലോകത്തിലെ ഇന്ത്യക്കാരാണ് മാതൃക കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇല്ല. വിപ്ലവകാരികൾ മാത്രമേ ഉള്ളൂ. ജൂകാരെ പോലെയും വല്ല മാർക്സിസം ലെനിന് അങ്ങനെയുള്ള വിപ്ലവം കണ്ടവർ മാത്രമല്ല, യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതല്ല നമ്മുടെ മനുഷ്യ ജീവിതം. അതിലോട്ട് വരാൻ സഞ്ചരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ പയ്യന്റെ കേസിലും ഞാൻ അത് തന്നെ പറയുന്നത്. അവനെ ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവനെ മാർട്ടർ ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ അവനെ നല്ലൊരു മനുഷ്യജീവിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള കാര്യത്തിൽ ആ വീട്ടുകാർ അവർ ആ കാര്യത്തിൽ അപ്പനും അമ്മയും തോറ്റുപോയി. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പയ്യനെ ഇപ്പം തീർച്ചയായിട്ടും ഒരു 20-25 വർഷം കഴിയുമ്പോൾ മടങ്ങി വരാനുള്ള സാധ്യതയുള്ളൂ. 50 വയസ്സിനകത്ത് അവൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ കേസിന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക്. ഓക്കെ, എന്തായാലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഇതുവരെ എന്തായാലും കാത്തിരിക്കും.